അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ദൈനംദിന ജീവിതത്തിൽ നടക്കത്തില്ല. നമുക്കൊരു ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളെയോ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആവശ്യമാണ്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കുതിരവണ്ടിയോ കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചായിരുന്നു ആളുകൾ ഉൽപ്പന്നങ്ങളും ആളുകളെയും ഒക്കെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ആളുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ജീപ്പിൽ ബസ്സിലൊക്കെയാണ് യാത്രകൾ ചെയ്തിരുന്നതെങ്കിൽ അത് ആർക്കെങ്കിലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരുന്നു സമൂഹത്തിലുണ്ടായിരുന്നത്. ഇന്ന് കാലം മാറിയതിനനുസരിച്ച് ആളുകളുടെ മിക്കവരുടെയും കൈകളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വാഹനങ്ങളുണ്ടാകും. അതിലുപരി നമുക്ക് വാഹനം സ്വന്തമായി വേണമെന്നില്ല. ഇന്ന് റെൻ്റ് എ കാർ ഒരു വിപണിയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ റെൻ്റ് എ കാർ ബിസിനസ് നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ്. നമുക്ക് സ്വന്തമായി കാർ വേണ്ട, നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത്, എത്ര നാളത്തേക്കിനാണോ ആവശ്യമുള്ളത് ആ സമയത്തേക്കിന് നമ്മൾ കാറുകൾ വാടകയ്ക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടം കുറേയേറെ വണ്ടികളുണ്ടെങ്കിൽ അവയെല്ലാം കൂടെ കൂട്ടി ഒരു കമ്പനിയാക്കി ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാക്കിയിട്ട് അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് എങ്ങോട്ടാണോ എത്തിക്കേണ്ടത് അവിടേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ അവയൊക്കെ ഇന്ന് വിപണിയിൽ ധാരാളമായിട്ട് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ മാർക്കറ്റിങ്ങുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ യഥാസമയം കസ്റ്റമറുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി തന്നെ ഒരു ഡെലിവറി സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവയും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിൽ വരുന്നതാണ്. ഇവയൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇവയിലെല്ലാം നമുക്ക് പങ്കാളികളാകാനായിട്ട് സാധിക്കുന്നതാണ്. പല വൻകിട കമ്പനികളുടെയും ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ ഡെലിവറി, ഇ-കോം ഇതുപോലുള്ള വൻകിട കമ്പനികളൊക്കെ ചെയ്യുന്നതും സെയിം സിസ്റ്റം ഓഫ് ഡെലിവറിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാനുള്ള ആളുകളോ ഇല്ല. പകരം അവർ ചെയ്യുന്നത് അതിന് താഴെയുള്ള ആർക്കാണോ കൂടുതൽ വാഹനങ്ങളല്ല ഇതിനോട് ഈ ബിസിനസ്സിനോട് താല്പര്യമുള്ളത് അവരെ ഇതിൻ്റെ പാർട്ട്ണറാകാൻ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഫിലിയേറ്റ് ആകാനായിട്ട് ക്ഷണിക്കുന്നു. എന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് കമ്മീഷനാണ് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കും ഈ ബിസിനസ് നമുക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. കാരണം കൃത്യമായുള്ളൊരു ആശയവും ഏതൊക്കെ രീതിയിൽ നമുക്ക് മൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ വിപണിയിൽ ഇറങ്ങി എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊക്കെ കൂടെ നമുക്ക് കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും ഒരു 2-3 വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിതരണം ചെയ്യാനായിട്ടുള്ളൊരു ശൃംഖല വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ലൊരു ആശയവുമായിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ഒരു ഓൺലൈൻ ഡെലിവറി സംവിധാനങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ടൂറിസം ധാരാളമുള്ള മേഖലയാണ് നമ്മുടെ രാജ്യം. ടൂറിസ്റ്റുകളെ അവരുടെ ഡെസ്റ്റിനേഷനിൽ കറക്റ്റായി എത്തിക്കാനായിട്ടും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനായിട്ടും കഴിയുന്ന രീതിയിലൊരു സംവിധാനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് ഈ യാത്രാ സംവിധാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിങ്ങൾക്കല്ല അവർക്ക് ഉപയോഗം വരുന്ന രീതിയിൽ തയ്യാറാക്കിക്കൊണ്ട് ടൂർ പാക്കേജുകൾ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വിപണിയിലേക്ക് കടന്നു വരാവുന്നതാണ്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ സർവീസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സംരംഭമാണ് കൊറിയർ സർവീസ്. ഇന്ന് ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് കൊറിയർ സർവീസ്. നമുക്കിപ്പം നേരിട്ട് കൊണ്ടുപോയി ഒരാളുടെ അടുക്കൽ എത്തിക്കാനായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ സാധന സാമഗ്രികൾ എത്തിക്കാനായിട്ട് നമുക്ക് നേരിട്ട് പോയി എത്തിക്കാനായിട്ട് ഒരുപാട് ചിലവ് വരാം, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയനഷ്ടം വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്ന കൊറിയർ സർവീസുകളാണ്. അത് ചിലപ്പം ഒരു ലെറ്ററാകാം, അല്ലെങ്കിൽ കിലോ കണക്കിനുള്ള സാധനങ്ങളാകാം. അത് നമ്മളൊരു ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ അതിന് വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ദൂരം അനുസരിച്ച് ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു, ഒരു കൊറിയർ സ്ഥാപനത്തിൽ പോയി ഏൽപ്പിക്കുന്നു. യഥാവിധി അത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ ആളെ എത്തിക്കുന്നു. അങ്ങനെയുള്ള കൊറിയർ സർവീസുകളും നമുക്ക് ആരംഭിക്കാവുന്നതാണ്. അതിനും നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കൃത്യമായ പഠനത്തിലൂടെ കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമുക്ക് കൊറിയർ സർവീസുകളും നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഇന്ന് രാജ്യത്ത് കാണുന്ന വൻകിട ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസും കൊറിയർ സർവീസുകളും എല്ലാം ഒരു കാലത്ത് ചെറുതായിട്ട് ഒരു മുറിയിൽ നിന്നും ആരംഭിച്ചതാണ്. അവർക്കൊന്നും സ്വന്തമായിട്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള തൊഴിലാളികളോ ഉണ്ടായിരുന്നിട്ടില്ല. അവരൊക്കെ തുടങ്ങിയത് 1-2 അല്ലെങ്കിൽ 3-4 ആളുകൾ കൂടിയിട്ട് ഒരു ആശയമെടുത്ത് ആ ആശയത്തിൽ നിന്നും പിറവി കൊണ്ടതാണ് ഈ പറയുന്ന വൻകിട സ്ഥാപനങ്ങളെല്ലാം.
അപ്പം എന്തുകൊണ്ട് പിന്നെ സാധാരണക്കാരായ നമുക്കും ഇത് ചെയ്തുകൂടാ? എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അവനവനാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അതിൽ അഭിരുചി വേണം. നമുക്കത് ചെയ്യണം എന്നുള്ളൊരു അഭിരുചി നമുക്കും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് നമുക്ക് ഉള്ളിലൊരു താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിജയിക്കാൻ സാധിക്കും. അത് എല്ലാവർക്കും ഉന്നതിയിലെത്താനായിട്ടും ഒരു പരിശ്രമിക്കുകയാണെങ്കിൽ എത്താൻ കഴിയും. ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ അനവധി തൊഴിലവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ വാങ്ങിയിട്ട് നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം, അങ്ങനെ നമുക്ക് വരുമാനമുണ്ടാക്കാം. അതെല്ലാം ഒരു സംരംഭമാണ്. ആ സംരംഭം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഒരു മേഖല, ഒരു ബിസിനസ് മേഖല ഇതായിരിക്കണം, എനിക്ക് ഇന്ന രീതിയിലെല്ലാം ആയിത്തീരണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മളെ തേടി വരും. നമുക്ക് ഉന്നതമായ വിജയവും ഉണ്ടാകും. ഈ വീഡിയോയിലോട് കൂടിയിട്ട് നമ്മുടെ സെഗ്മെൻറ്റുകൾ ഈ വീഡിയോയിൽ നിർത്തുകയാണ്. നമുക്ക് കൂടുതൽ സംരംഭങ്ങളെക്കുറിച്ചാണ് ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എല്ലാവരും സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മടിക്കരുത്. നന്ദി.